ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവം. നന്മ നിറഞ്ഞവളായ പരിശുദ്ധ കന്യകാമറിയം ഉത്ഭവപാപരഹിതയാണെന്നുള്ള വിശ്വാസത്തെയും സാവധാനത്തിലാണ് തിരുസഭയ്ക്ക് തെളിവായത്. ശക്തിയായ ഒരു യുവതി ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞയായ ഡൺസ്കോഴ്സിന് അവതരിപ്പിച്ചു. ദൈവത്തിന് ആരെയും ഉത്ഭവഭാവത്തിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. കന്യകാമറിയത്തെ പ്രസ്തുത നിയമത്തിൽ നിന്ന് ഒഴിവാക്കുക ഉചിതമായിരുന്നു. അതിനാൽ ഉചിതമായവ ചെയ്യുന്ന ദൈവം മറിയത്തെ അമലോത്ഭവയായി സൃഷ്ടിച്ചു. ഒരു പ്രൊട്ടസ്റ്റന്റ് കവിയായ വേർഡ്സ്വർത്ത് പാപമംഗിലമായ മനുഷ്യപ്രകൃതിയുടെ ഏകസ്തുതിപാത്രമേ എന്ന മറിയത്തെ സംബോധന ചെയ്തിരിക്കുന്നു. 1854 ഡിസംബർ 8-ാം തീയതിയിലെ അവർണ്ണനീയ ദൈവം എന്ന തിരുവെഴുത്ത് വഴി 9-ാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവ സത്യം നിർവചിച്ചു. മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനത്തെ നിർവചിച്ചുകൊണ്ട് 1858 മാർച്ച് 25-ാം തീയതി ലൂർദിൽ ദൈവമാതാവ് വിശുദ്ധ ബെർണലെത്തിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. വിചിന്തനം. പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങിൽ അഭയം തേടുന്ന പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനോട് ഒരുങ്ങുന്ന നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.